നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ മറ്റ് മേഖലകൾക്ക് പോലും മാതൃകയാക്കാവുന്നതും സമാനതകളില്ലാത്തതുമായ വികസന മുന്നേറ്റമാണ് തൃത്താലയിൽ നടന്നതെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തൃത്താലയിൽ ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്നും ഇടതുമുന്നണി നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. തൃത്താല ബ്ലോക്ക് പരിധിയിലുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനവും ബുധനാഴ്ചയോടെ തൃത്താലയിൽ ഉൾപ്പെടുന്ന 2 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 133 പഞ്ചായത്ത് വാർഡുകളിലേക്കും 16 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലേക്കും LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയതായും നേതാക്കൾ പറഞ്ഞു. പല മാധ്യമങ്ങളും മനസ്സിൽ വെച്ച് കൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഈ പൊതുചിത്രം, കേരളത്തിൽ ആര് ജയിക്കും, ആര് മുന്നേറും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവരെ സംബന്ധിച്ചുമുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ പലരും അത്തരം കാര്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇതാണ് ചിത്രമെന്ന് പൊതുവെ കേരളീയ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തിനും അറിവുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥികളുടെ ഗൃഹസന്ദർശനവും പഞ്ചായത്ത് കൺവെൻഷനുകളും നടന്നുവരുന്നതായും നേതാക്കൾ പറഞ്ഞു. യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകിയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെടുന്നവരുമാണ് ത്രിതല പഞ്ചായത്ത് തലത്തിൽ LDF പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥികൾ. തൃത്താലയിൽ ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമാണെന്നും വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പല കാര്യങ്ങളും സഖാക്കൾ പറഞ്ഞു. പോരായ്മകളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ചില പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യമുണ്ട്. ആ നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള അസാന്ത ശ്രമത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. നിലവിലെ സ്ഥാനാർത്ഥികളുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാണ് ഇത്തവണ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ PN മോഹനൻ കപ്പൂർ ഡിവിഷനിലും യുവജന സംഘടനയുടെ നേതാവ് TK സുധീഷ് ചാലുശ്ശേരി ഡിവിഷനിലും മത്സരിക്കും. തൃത്താലയിൽ എല്ലാ പഞ്ചായത്തുകളിലും LDF വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പ്രസ്താവിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN മോഹനൻ, VK ചന്ദ്രൻ, തൃത്താല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR കുഞ്ഞുണ്ണി, KP ശ്രീനിവാസൻ, LDF ഘടകകക്ഷി നേതാക്കളായ ദേവദാസ്, ശ്രീജി കടവത്ത് എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ ഉള്ളത്. കേരളത്തിലെ വികസന മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ നടന്ന വികസനവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ജില്ലാ പഞ്ചായത്തിലെ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട്. തൃത്താല ഏരിയയിലുള്ള 7 പഞ്ചായത്തുകൾ ഈ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. 6.5 പതിറ്റാണ്ട് നീണ്ട CPM നേതൃത്വത്തിലുള്ള അഴിമതി ഭരണത്തിന് ഇത്തവണ അന്ത്യം കുറിച്ച് UDF പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഇവർ അവകാശപ്പെട്ടു. നാഗലശ്ശേരി പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വാർഡിലും കൈപ്പതി ചിഹ്നത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 6.5 പതിറ്റാണ്ടായി തുടരുന്ന CPM ഭരണസമിതിയെ ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും തദ്ദേശ ഭരണരംഗത്ത് കെടുകാര്യസ്ഥത മൂലം വികസന മുരടിപ്പും അഴിമതിയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പെരിങ്ങോട് റോഡ് ഉൾപ്പെടെ കോതച്ചിറ അക്കിക്കാവ് റോഡ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള റോഡുകളിൽ, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ദശലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ പ്രശ്നമായാലും ശരി, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വലിയ നീറുന്ന പ്രശ്നമായാലും ശരി, മുൻകാലങ്ങളിൽ ഒരു 2-3 ഭരണസമിതിക്ക് മുമ്പ് 2000-2005 കാലഘട്ടത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെ ഒരു ചീരൻസ് മയൂരം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പൂങ്കുന്നത്ത് ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് പണം നൽകിയതുൾപ്പെടെ ഇന്നേ വരെ പണം തിരിച്ചു പിടിക്കാത്ത പ്രശ്നം ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. വികസന കാര്യത്തിൽ ഏറ്റവും പിറകിലുള്ള പഞ്ചായത്ത് അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണെന്നും അവർ ആക്ഷേപിച്ചു. പരാജയ ഭീതി മൂലം വീട്ടമ്മമാരെ വിളിച്ചുകൂട്ടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോറത്തിൽ ഒപ്പിടിവിക്കുകയാണെന്നും ഇത് മറ്റൊരു വോട്ട് ചോരിയാണെന്നും നേതാക്കൾ ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി, ഒരു 4 നൂറ്റാണ്ടായി
നാഗലശ്ശേരി പഞ്ചായത്തിൽ നടന്ന ഇത്തരത്തിലുള്ള വികസന പദ്ധതികളുടെ വിശിഷ്യ ഈ കൂറ്റനാട് പെരിങ്ങോട് റോഡ്, അതുപോലെ തന്നെ കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരു 5-8 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടന്നിട്ടുണ്ട്. അതിൽ മുഴുവനായി നടന്ന അഴിമതിയെ കുറിച്ച് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധവളപത്രം കൂറ്റനാട് പെരിങ്ങോട് റോഡിന്റെയും അതുപോലെ തന്നെ ഈ കൂറ്റനാട് ബസ് സ്റ്റാൻഡിന്റെയും മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വികസന പദ്ധതികൾ നടന്ന അഴിമതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട്, DCC സെക്രട്ടറി P മാധവദാസ്, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ KB സുധീർ, റഷീദ് കോഴിക്കര, മോഹൻദാസ് കറ്റാശ്ശേരി, KM സലീം, K നൌഫൽ, ആബിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നല്ല മുഖങ്ങളെ, യുവാക്കളെ, നിലവാരമുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് നാഗലശ്ശേരിയുടെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും UDF അധികാരത്തിൽ നാഗലശ്ശേരി വന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണം ഉണ്ടാവും. അതിന് തീർച്ചയായും ജനങ്ങൾ കൂടെ നിൽക്കണം. നാഗലശ്ശേരി 65 വർഷക്കാലമായി ഒരു വികസനം എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷ ഭരണം കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിയതായ വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണപ്രകാരം മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തയ്യാറാവുന്നത്. അഡ്വക്കേറ്റിനെ പോലെയുള്ള വിദ്യാഭ്യാസം മികവുള്ള ഒരു മുൻനിര നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF സംവിധാനം നേരിടുന്നത്. തീർച്ചയായും ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. പട്ടാമ്പി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. മേലെ പട്ടാമ്പി കൽപ്പകയിൽ നിന്നും പ്രകടനമായാണ് പട്ടാമ്പി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയത്. നേതാക്കളും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. അഭിവാദ്യങ്ങൾ പിടിച്ചടക്കും. 29 വാർഡിലേക്കുമുള്ള സ്ഥാനാർത്ഥികളും പത്രിക നൽകി. TP ഷാജി, C സംഗീത, KR നാരായണസ്വാമി, TP ഉസ്മാൻ, ജിതേഷ് മൊഴിക്കുന്നം, ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവരും പത്രിക നൽകിയിട്ടുണ്ട്. നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്നും വലിയ ഐക്യത്തോടെയാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെയധികം ശുഭാപ്തി വിശ്വാസമാണുള്ളത്. നഗരസഭ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിക്കും. അതിൻ്റെ ഒന്നാമത് കാരണം ഞങ്ങൾ പാർട്ടി UDF ഒറ്റക്കെട്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയാക്കി. പിന്നെ B4 മുൻകാലങ്ങളിൽ B4 തിരിച്ച് ഞങ്ങളെ കൂടെ ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ശക്തമായ ഒരു തിരിച്ചുവരവ് പട്ടാമ്പിയിൽ UDF നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AP രാമദാസ്, യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന ഫിറോസ്, മുസ്ലിം ലീഗ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് V അബ്ദുള്ളക്കുട്ടി, യൂത്ത് കോൺഗ്രസ് നേതാവ് VM മുസ്തഫ, കൊപ്പം പഞ്ചായത്ത് അംഗമായിരുന്ന ഫൗസിയ സേതലവി, മുതല പഞ്ചായത്ത് അംഗമായിരുന്ന വനജ, PV അഷറഫ് ഉൾപ്പെടെയുള്ളവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് ഭരണാധികാരിക്ക് മുമ്പാകിയാണ് പത്രിക നൽകിയത്. 16 ഡിവിഷനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് 9 ഇടങ്ങളിൽ കോൺഗ്രസും 7 ഇടങ്ങളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയാണ് UDFന്റെ ലക്ഷ്യം. വല്ലപ്പുഴ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 16-ാം വാർഡിൽ കോൺഗ്രസും ലീഗും നേരിട്ടുള്ള മത്സരമാണ് നടക്കുക. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 19 വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ഓഫീസിൽ നിന്നും, ലീഗ് സ്ഥാനാർത്ഥികൾ ലീഗ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. 12 വാർഡുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 7 വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. വാർഡ് 5-ൽ UDF സ്വന്തം സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻകുട്ടി മത്സരിക്കുന്നുണ്ട്. ഇയാളും പത്രിക നൽകി. വാർഡ് 16 വെല്ലപ്പുഴ ഗേറ്റിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ
പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയലക്ഷ്മിയും ലീഗ് സ്ഥാനാർത്ഥിയായി ഷാഹിദയുമാണ് ഈ വാർഡിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വെള്ളപ്പുഴ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുലൈഖ അസീസും ചെറുകോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന CK സിദ്ദീഖും പത്രിക നൽകിയിട്ടുണ്ട്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാനിറങ്ങിയ 50 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൊപ്പം തെക്കുമല സ്വദേശി നാസറാണ് മരിച്ചത്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാനിറങ്ങിയ 50 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൊപ്പം തെക്കുമല ബ്രിട്ടീഷ് മാർക്കറ്റ് ജവാൻപടിയിൽ കൂരിപ്പറമ്പിൽ നാസറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഓങ്ങല്ലൂർ കാരക്കാട് ഭാഗത്തെ ഭാരതപ്പുഴയിൽ മീൻപിടുത്തത്തിനായി ഇറങ്ങിയതായിരുന്നു നാസർ. പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ചെങ്ങടാങ്കുന്ന് തടയണയ്ക്ക് സമീപത്തെ പമ്പ് ഹൗസിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. KT ജലീൽ MLAയുടെ ബന്ധുവാണ് മരിച്ച നാസർ. KT ജലീൽ MLAയും മുഹമ്മദ് മോഹസിൻ MLAയും സംഭവസ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ചാലിശ്ശേരി ഗ്രാമത്തിലെ വലിയ പെരുന്നാളിന്റെ ഭാഗമായി ഗജവീരന്മാർക്ക് സ്വീകരണവും പെരുന്നാൾ വിളംബരവും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് ആഘോഷങ്ങൾ നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് പ്രാദേശിക കമ്മിറ്റികളായ ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ആമേൻ ഫ്രണ്ട്സ്, കുന്തൻ മേലെ ഭാഗം, മില്ലേനിയം, ഹെവൻലി വോയ്സ് ഈസ്റ്റ് ബസാർ, ഓൾഡ് കുന്തൻ എന്നീ പ്രാദേശിക കമ്മിറ്റിക്കാർ ആനയെ സ്വീകരിച്ച് വാദ്യമേളങ്ങളോടെ പെരുന്നാൾ വിളംബരം നടത്തി. പള്ളിയിലെത്തി സംയുക്ത ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9ഓളം പ്രാദേശിക ആഘോഷങ്ങൾ പെരുന്നാളിൽ പങ്കെടുത്തു. പെരുമണ്ണൂർ GLP സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ കളേഴ്സ് ഡേയും പലഹാരമേളയും നടന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ കളേഴ്സ് ഡേ നടത്തിയത്. കുരുന്നുകൾ ചുവന്ന നിറത്തിലുള്ള വർണ്ണ പൂമ്പാറ്റകളുടെ വേഷമണിഞ്ഞാണ് പങ്കെടുത്തത്. പരിപാടിയുടെ ഭാഗമായി നടന്ന പലഹാരമേള കുഞ്ഞാപ്പൂവിന്റെ തട്ടുകട ശ്രദ്ധേയമായി. പലഹാരമേള ഹെഡ്മാസ്റ്റർ ബഷീർ അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനമുണ്ടായി. കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളാണ് പലഹാരമേളയിൽ പ്രദർശിപ്പിച്ചത്. 20ലേറെ വിഭവങ്ങളും തട്ടുകടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അധ്യാപകരായ ദീപ, സൗമ്യ, സജ്ന, ഖദീജ, കല, കാജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിലവര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.